നമ്മള് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ബുദ്ധിമുട്ട് ഇവനെ എടുക്കാൻ വന്നിട്ട് ഇവൻ നമ്മളെടുത്ത് ചെയ്തത് ഇതാണ്. ഗൈസ് ഇപ്പോ വെൽക്കം ബാക്ക് ടു പറയാൻ വേണ്ടിയുള്ളൊരു മനസ്സവസ്ഥയിലല്ല ഞാൻ. ഇന്ന് അഹമ്മദ് വരുന്ന ദിവസമാണ്. അഹമ്മദ് അപ്പോൾ ഇന്ന് 8 മണിക്ക് എയർപോർട്ടിലെത്തും. അപ്പോൾ 8 മണി ഇപ്പം എത്ര മണിയാണെന്ന് വെച്ചാൽ 7:30. നമ്മൾ 6:30 ഇറങ്ങിയതാണ്. കഷ്ടകാലം എന്ന് പറയാല്ലേ. നമ്മളെ വണ്ടി എന്തായിപ്പോയി, വണ്ടി അനങ്ങുന്നില്ല. അപ്പൊ പിന്നെ ആമിനാണ് പിന്നെ വണ്ടി തന്നത്. ഗായ്സ് നമ്മള് ഇപ്പൊ എവിടെ എത്തിയിടി? ഇത് പെരുമാതുര പൊയ്ക്കര. ഗായ്സ് നമ്മളിപ്പോ പെരുമാതുര എത്തി. പക്ഷെ അവ ഇപ്പൊ എത്ര മണിയായി? 8:03 ഗായ്സ്. അവ എപ്പോഴേ ഇറങ്ങിക്കാണും. അവ ഇപ്പൊ വിചാരിക്കണുണ്ടാവും നമ്മൾ എന്ത് വരാത്തെ. പക്ഷെ നമ്മളെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ. അതെ വളരെ കഷ്ടപ്പെട്ടാണ് വരണം. ഈ വ്ലോഗ് നീ കാണുമ്പോ മനസ്സിലാവും. നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് കൊച്ചേ വരുന്നത്. നമ്മള് വണ്ടി ചീത്തയായി, ബാറ്ററി ഡൗൺ ആയി. ഗായ്സ് ഞാനിങ്ങനെ അതിസാഹസികമായിട്ട് അഹമ്മദിനെ എടുത്ത് ഞാനാണ് എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തത്. നമ്മള് ഇപ്പൊ ബർബോൺ ബിസ്ക്കറ്റ് കഴിക്കാണ്. ഗായ്സ് ഞാനാണ് അഹമ്മദിന് പോയി എടുത്തോണ്ട് വന്നത്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം തീരുന്നില്ല. എന്തിനു പറയാൻ, എന്റെ സന്തോഷമാണിത്. നമ്മള് എന്നുവെച്ചാ ഇനി ഞാൻ രാജാനെ പോയി എടുത്തോണ്ട് വരും. സഹാനിക്കാൻ എടുക്കാൻ ആളുണ്ടല്ലായിരുന്നെങ്കിൽ ഞാൻ പോയി. സഹാനിക്കാൻ എടുക്കാൻ ഷെഫീഖിന്റെ അടുത്താണ് പറയുന്നത്. അപ്പം ഞാനാണ് ഇനി അഹമ്മദിനെ തിരിച്ച് ഞാൻ തന്നെ കൊണ്ടാക്കും. അത് വേറൊരു കാര്യം. നമ്മള് വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലേ ഗൈസ്. നമ്മള് വണ്ടി സത്യം പറഞ്ഞ രാവിലെ നമ്മളിങ്ങനെ ഇവനെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് വണ്ടി ഞാൻ ചാവി എത്ര ഓണാക്കിയിട്ടും വണ്ടി ഓണാവണില്ല. അങ്ങനെ എന്ത് പറ്റി ഇങ്ങനെ നോക്കി ഇന്ന് 6:30 ഇറങ്ങിയ നമ്മളാണ്. അപ്പൊ 6:30 ഇറങ്ങിയിട്ട് ഒരു 8 മണിയാകുമ്പോ അവിടെ എത്താൻ ഇവൻ പറഞ്ഞു. അപ്പൊ നമ്മള് 8 മണിക്കൊക്കെ എത്തണമെന്നുള്ള രീതിയിൽ 6:30 ഇറങ്ങി നിന്നപ്പം വണ്ടിയിൽ ഒരു വിധത്തിൽ വണ്ടി അനങ്ങുന്നില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആളെയൊക്കെ വിളിച്ച് പക്ഷേ കാണിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. വണ്ടി ഒരു വിധത്തിൽ അനങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മള് പിന്നെ നമ്മള് ആമിനയുടെ വണ്ടി എടുത്ത് ആമിനയുടെ വണ്ടി എടുത്താണ് പിന്നെ ഇങ്ങ് വന്നത്. അങ്ങനെ ഞാൻ അതിസാഹസികമായ യാത്രയ്ക്കൊടുവിൽ നമ്മൾ അഹമ്മദിനെ കണ്ടുമുട്ടി ഗായ്സ്. പയ്യെ കൊണ്ടു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ്. ഗൈസ് നമ്മള് ഇപ്പോ എവിടെ എത്തി? നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കയാണ്. ഹലോ ഗൈസ് പറയടാ. ഗൈസ് ഇതാണ് ഗൈസ് എന്റെ അനിയൻ. ഇപ്പുറത്ത് വാവയുണ്ട്. അവള് മുഖം തുടയ്ക്കുകയാണ്. അവളെ തിന്ന് എവിടെ പോയാലും അവക്ക് തീറ്റി എന്നുള്ളൊരു വിചാരേ ഉള്ളൂ. ആരാണ് പെട്ടി മുട്ടായി ഉണ്ടോ എന്ന് ചോദിച്ചത്? ഇവരെല്ലാരും തിന്ന്. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ച് മുട്ടായി വല്ലതും കൊണ്ടുവന്നു. ഇവൻ ബർബോൺ ബിസ്ക്കറ്റ് മാത്രമേ പെട്ടീനകത്ത് ഇട്ട് കൊണ്ടുവന്നുള്ളൂ ഗൈസ്. ഗൈസ് കൊച്ചേ നീ ഏതൊക്കെ മുട്ടായി കൊണ്ടുവന്നെന്ന് പറയടാ. കുനാഫ ദുബായ് ചോക്ലേറ്റ്. കുനാഫ ചോക്ലേറ്റ് നീ കൊണ്ടുവന്നോ? വൈ ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിയുടെ വയറ് കുറഞ്ഞ ഇവരെല്ലാരും തിന്നു ഗൈസ്. ഞാൻ മാത്രം തിന്നില്ല. എനിക്കിങ്ങനെ അറിയാം. ഉണ്ടല്ലോ. ഞാൻ കുറച്ച് കഥ പറഞ്ഞുതരാം. ഇല്ല
ഞാൻ കുറച്ച് കഥ പറയാം ഗൈസ്. പണ്ട് ആ കഥയല്ല, പണ്ട് നമ്മളെ എയർപോർട്ടില് കോടി നമ്മളെ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഇവ നമ്മളെ കൊറേ വഴക്ക് പറഞ്ഞു. ടേക്ക് ഓഫിന്റെ അടുത്ത് അപ്പൊ ഇവ നമ്മള് കുറെ വഴക്കുറഞ്ഞു ഗൈസ്, കുറെ വഴക്കുറഞ്ഞു. ഇവന് അല്ലെങ്കിൽ ഇവൻ മനസ്സിലാക്കണം, നമ്മൾ ഇവനെ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വണ്ടി ചീത്തയായിട്ട് പോലും വേറെ വണ്ടി എടുത്ത് വന്ന നമ്മളാ ഇവൻ മനസ്സിലാക്കിയില്ല. ചായ കുടിക്കണ്ടേ? ഇവ മനസ്സിലാക്കിയില്ല. വേണ്ട. അപ്പൊ ഗൈസ് വേണ്ട, ഞാൻ കുടിച്ചിട്ടാണോ എന്തൊരു ഉടുപ്പ് ഇത്? എന്റെ ഉടുപ്പ് എന്താ കുഴപ്പം? അങ്ങനെ ബാക്കി പറയട്ടെ. അപ്പൊ ഗൈസ് നമ്മളെ കഷ്ടപ്പെട്ട് അപ്പം അങ്ങനെ നമ്മള് അവിടെ ഗൈസ്, അപ്പൊ നമ്മള് അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എത്തിയപ്പോ ഇവൻ കൊറേ വഴക്ക് നമ്മളെ പറഞ്ഞു. അപ്പൊ ഈ വഴക്ക് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞൊരു സ്ഥലത്തിന്റെ അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ അവിടെ വരാൻ പറയുമ്പോ എനിക്കിങ്ങനെ അറിയാം, ഞാൻ എയർപോർട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ എയർപോർട്ടിലെ എല്ലാ സ്ഥലങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പൊ നമ്മളെ കോളേജിലെ എല്ലാ സ്ഥലങ്ങളും ആണെങ്കിൽ നമുക്ക് അറിയാല്ലേ. പക്ഷേ നമുക്ക് കോളേജിലെ സ്ഥലങ്ങളൊക്കെയല്ലേ, എയർപോർട്ടിലെ സ്ഥലങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലേ, അല്ലേടി വാവേ? അപ്പൊ എയർപോർട്ടിലെ സ്ഥലങ്ങൾ അറിയാത്തോണ്ട് നമ്മൾ പറഞ്ഞു അത് എവിടെയെന്ന് അറിയാൻ വയ്യുന്നു. അങ്ങനെ ഇവ നമ്മൾ കുറെ വഴക്ക് പറഞ്ഞു ഗൈസ്. നിങ്ങൾ ചോദിക്കണം, എന്ത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ബുദ്ധിമുട്ട് ഇവനെ എടുക്കാൻ വന്നിട്ട് ഇവൻ നമ്മളെടുത്ത് ചെയ്തത് ഇതാണ്. നിങ്ങൾ അറിയണം, അല്ലേടി? ആ അതെ പറ. അപ്പൊ ഇനി നമ്മൾ വീട്ടിൽ പോണം, കാണാം ഗൈസ്. നമ്മള് പാസ്പോർട്ട് ഓഫീസിൽ നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോ എന്തിനാണ് പാസ്പോർട്ട് ഓഫീസിൽ നിൽക്കുന്നതെന്ന്. സംഭവം എന്തെന്ന് വെച്ചാല് അഹമ്മദിന്റെ പാസ്പോർട്ടിൽ എണ്ണ പറ്റി ഗൈസ്. എണ്ണയെന്ന് വെച്ചാല് നമ്മളെ ഫുഡിലൊക്കെ ഇതാക്കുന്ന, എനിക്കൊന്നും അവൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ബാഗിലായിരുന്നു ഫുഡ് കൊണ്ടുപോയത്. അപ്പൊ ഫുഡ് കൊണ്ടുപോയപ്പോഴത്തേക്കും എന്തോ എണ്ണ പറ്റിയതാണെന്ന് തോന്നുന്നു, അല്ലേ? അതേ പറ. നീ പറഞ്ഞപ്പോഴും ഗൈസ് ഇപ്പൊ അവളെ കാണിക്കാം. ഗൈസ് ഇവന്റെ പാസ്പോർട്ടിൽ എണ്ണ പറ്റി. ഇപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയെന്ന് വെച്ചാല് ഇവന്റെ പാസ്പോർട്ടിൽ എണ്ണ പറ്റിയാണ്. അങ്ങനെ എണ്ണ പറ്റിയത് എങ്ങനെയെന്ന് വെച്ചാല് ഉമ്മച്ചി ഇവന് തിന്നാൻ കൊടുത്തോട്ട സമയം ഇവ എന്തോ ചെയ്ത് പാസ്പോർട്ടും തിന്നണതും കൂടെ ഒരുമിച്ച് വെച്ച്. അങ്ങനെ ഒരുമിച്ച് വെച്ച സമയത്ത് പാസ്പോർട്ടും തിന്നാനുള്ള സാധനവും കൂടെ ലിങ്കായി, കണക്റ്റായി. അങ്ങനെ എണ്ണ പറ്റിയപ്പം എന്ത് പറ്റി? എണ്ണ പറ്റിയപ്പം പാസ്പോർട്ട് ഫുള്ളായിട്ട് മാറ്റണം. പക്ഷേ ദുബായിലൊക്കെ മറ്റേ സിസ്റ്റം ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്ത് സിസ്റ്റം അല്ലാത്തതുകൊണ്ട് കയ്യിലെടുത്ത് വാങ്ങുന്ന സംഭവം ആയതുകൊണ്ട് അവര് പറഞ്ഞ് ഇനി ട്രാവൽ ചെയ്യാൻ പറ്റൂല, ഇനി പുതിയ പാസ്പോർട്ട് എടുത്താലേ ട്രാവൽ ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പോയിട്ടൊക്കെ വരട്ടല്ലേ. അപ്പൊ നമ്മള് വീടെത്താറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. വിശക്കുന്നുണ്ട്. ബർബോൺ ബിസ്ക്കറ്റ് ഒക്കെ തിന്നത് ദഹിച്ചു, അല്ലേടി വാവേ? പറയണില്ലേ നിന്റെ? അതെ നമ്മളെ ബർബോൺ ബിസ്ക്കറ്റ് ഒക്കെ ദഹിച്ചു ഗൈസ്. എനിക്ക് വിശക്കുന്നു, നമുക്ക് ഇനി ചോറ് തിന്നാം. ഓക്കെ ഗൈസ്, നമ്മളാ കുട്ടപ്പീനെ കിട്ടി. ഭയങ്കര കരച്ചിലാണ്. തള്ള ഇല്ലാത്തോണ്ട് ഭയങ്കര കരച്ചിൽ. പോട്ടെ കേട്ടോ ഞാനാണ് ഭയങ്കര കരച്ചില്. പോട്ടെ ഗൈസ്, ഇതിനെ പോലത്തെ 4 എണ്ണം ഉണ്ട്. തള്ള ഇല്ലാത്തോണ്ട് ഭയങ്കര കരച്ചില്. 3 എണ്ണം ഉണ്ട്. ഇനി പാവം കരച്ചിലാണ് ഗൈസ് ഫുള്ള്.
കേറി എവിടെ പോണാ എന്തോ